മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ആസിഫ് പറഞ്ഞത് സത്യമാണെങ്കിൽ സുശീലാനിക്ക് എന്തോ വലിയ അപകടം മണത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാ അവനെ കൊണ്ട് ജീവനെ തുരുത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ച്. തുരുത്തിൽ ആർക്കെങ്കിലും മഞ്ചാടിയും ജീവനും ഒരുമിക്കുന്നതിൽ വിരോധം ഉണ്ടായിരുന്നോ? അയ്യോ ഇല്ല സർ, അവിടെയുള്ളവരെല്ലാം ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടായിരുന്നു. ഞങ്ങളെ ആദ്യം മുതലേ എതിർത്തത് എന്റെ വീട്ടുകാർ മാത്രമായിരുന്നു സർ. അത് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കിയ ശേഷവും നിങ്ങൾക്കെതിരെ ആരെങ്കിലും നീക്കം നടത്തിയായിട്ട് അറിയാവോ? ഇല്ല സാർ, ലാസ്റ്റ് ടൈമില് ഞങ്ങൾ എല്ലാവരും മഞ്ചാടിയുടെയും ജീവന്റെയും കല്യാണത്തില് പങ്കെടുക്കാൻ വരെ തീരുമാനിച്ചിരുന്നതാ. അപ്പോഴാണ് ജീവൻ ഇങ്ങനൊരു അപകടം പറ്റിയ കാര്യം അറിയുന്നത്. മഞ്ചാടിക്ക് ഇപ്പോഴും ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം. എനിക്കങ്ങനെ സംശയമൊന്നുമില്ല സർ. ആസിഫും സുശീലാന്റെയും ശരിക്കും സംസാരിച്ച എന്താണെന്ന് അറിയണം. ജീവന് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയണം. ഓക്കെ, ആസിഫിന്റെയും സുശീലയുടെയും മൊഴി ഇന്ന് തന്നെ എടുക്കാം. അഴിമുഖത്ത് ഇന്നും തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സൂചന ഇന്ന് തന്നെ ലഭിക്കുമായിരിക്കും. എന്നാ ശരി. അതെ, ജീവൻ രാജിന്റെ അപകട വിവരം അറിഞ്ഞ് ദേവദാസ് എന്ന് പറയുന്ന ഒരാളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ദാസങ്ങള് എല്ലാ വിവരങ്ങളും അന്വേഷിക്കുന്നുണ്ടായിരുന്നു സർ. മഞ്ചാടിയുടെ അവസ്ഥ ഇങ്ങനെ ആയതില് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ട്. ആസിഫിന്റെ കാര്യത്തില് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പോലീസ് വേണ്ട വിധം ചോദ്യം ചെയ്താ അവനെല്ലാം തത്ത പറയുന്ന പോലെ പറയുന്ന എന്റെ വിശ്വാസം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ജീവനെ ആരോ ചതിച്ച് എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടാവണേന്ന്. അല്ലാതെ പ്രകൃതി കലി പൂണ്ട് അവനെ ആഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് പോയതാണെങ്കിൽ എനിക്ക് അവനെ ജീവനോട് തിരിച്ചു കിട്ടോ ചേച്ചി? അടിയൊഴുക്കിന്റെ ശക്തി കൂടിയപ്പോ ആദ്യം കായലിലേക്ക് തെറിച്ചു പോയത് വള്ളം തുഴഞ്ഞ് അന്തോണിച്ചേർന്ന സാറേ. പിന്നെ നിയന്ത്രണം വിട്ടൊരു പോക്കായിരുന്നു വള്ളം. ഞാൻ ഉറക്കെ കൂവി ആളുകളെ വിളിച്ചുവിട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. പെട്ടെന്ന് നിലതെറ്റി ഞാനും കായലിലേക്ക് വീണു. ആ സമയം ജീവനപ്പ വള്ളത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് വള്ളം മറിഞ്ഞപ്പോൾ അവൻ അതിന്റെ അടി പെട്ടുപോയി കാണും സാറേ. അവിടുന്ന് അവന് പൊങ്ങാൻ പറ്റി കാണില്ല. എന്നുവെച്ചാ ജീവൻ കായലിൽ മുങ്ങി മരിച്ചു കാണുമെന്നാണ് നിന്റെ വിശ്വാസം അല്ലേ? അവനൊന്നും സംഭവിക്കില്ലെന്ന് സാറേ എന്റെ പ്രാർത്ഥന. സാറേ, പക്ഷെ ഒരു ദിവസം കഴിഞ്ഞില്ലേ? ഇനി അവൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. അതെ, മുങ്ങൽ വിദഗ്ധർ ഇപ്പൊ തിരയുന്നത് ജീവന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടിയാ. ഈ സമയം വരെ അതും കിട്ടിയിട്ടില്ല. മഞ്ചാടിയൻ ജീവൻ രാജിനെ ഒളിച്ചോടാൻ സഹായിച്ചതും പുഴക്കര ക്ഷേത്രത്തിൽ വെച്ച് അവരുടെ കല്യാണം പ്ലാൻ ചെയ്തതൊക്കെ ആസിഫായിരുന്നു അല്ലേ? അതെ സാറേ. അതിന്റെ തലേ ദിവസം രാത്രി എന്റെ ഉമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലെ. അതുകൊണ്ട് എനിക്കതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല.
രാവിലെ ഞാൻ താലിയായിട്ട് എത്താന്നായിരുന്നു പറഞ്ഞത്. എനിക്കെത്താൻ പറ്റാത്തതുകൊണ്ട് അത് വേണ്ട വിധം നടന്നില്ല സാർ. അതിനുശേഷം ചിത്രത്തിലേ ഇല്ലാതിരുന്ന ആസിഫ് എങ്ങനെയാ രണ്ടാമതും ജീവന്റെയും മഞ്ചാടിയുടെയും കല്യാണം ഫിക്സ് ചെയ്തതിന്റെ തലേ ദിവസം രാത്രി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ എത്തിയത്?